ആകാശത്തേക്ക് നോക്കൂ, അതാ ഒരു പറവ. ഇത് പറവയൊന്നും അല്ലെന്ന്, നമ്മളെ ജൂനിയർ NTR അണ്ണന്റെ ഒരു മുതുക്ക് എൻട്രിയാണ് നിങ്ങൾ കാണാനായിട്ട് പോണത്. അപ്പോൾ അതിനു മുമ്പായിട്ട് സുഹൃത്തുക്കളെ, നിങ്ങളെ തലയിൽ തലച്ചോറുണ്ടോ? തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്ക് ആ സാമാനം പിഴുതെടുത്തതിന് ശേഷം ഈ ഫോട്ടോയിൽ കാണുന്നില്ല, ആ ഫോട്ടോയിൽ കാണുന്ന അതേ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തലച്ചോറ് അടിച്ച് ചെതറി പോകുന്ന അമ്മായിരത്തെ ഐറ്റ സാധനമാണ് നിങ്ങൾ കാണാനായിട്ട് പോണത്. ഒഴിഞ്ഞേരം ജൂനിയർ അണ്ണന്റെ മൊയിലാളിക്ക് വേണ്ടി അണ്ണൻ ഒരു വലിയ വിജൃംഭിച്ച കിരീടം അങ്ങോട്ട് നിർമ്മിക്കും. ആ കിരീടം അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കൊണ്ട് വരാൻ നേരത്ത് ഒരു കള്ള വികൃതി കവറക്കി കുരങ്ങൻ അതങ്ങ് തട്ടിയെടുക്കുന്നു. എന്നിട്ട് ആ കുരങ്ങന്റെ മൊയിലാളിമാരായ ചിങ്കിടി അണ്ണന്മാരെ കൊണ്ടു കൊടുക്കുന്നു. ഇത് കാണുന്ന മൊയിലാളി നമ്മളെ കിരീടം അറിഞ്ഞിട്ട് പോയാടാന്ന് ഓറൊക്കെ കൂവി അങ്ങ് വിളിക്കുന്നു. അന്നേരം 20 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന അണ്ണൻ അതങ്ങ് കേൾക്കുന്നു. എങ്ങനെയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ, അണ്ണന്റെ ചെവി ചിലപ്പോൾ സ്പീക്കർ ആയിരിക്കും. ഏത് എങ്ങനെയാടാ അണ്ണ സാധിക്കും? എന്തെങ്കിലുമൊക്കെ ആയിട്ട് അണ്ണൻ അത് കേൾക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടത്തിന് ഇവിടെ നിൽക്കുന്ന ഈ അടുക്കി വെച്ചിരിക്കുന്ന അരിയും ചാക്കിന്റെ മണ്ടയിലാണ് എന്നിട്ട് ഒറ്റ കുതിപ്പിൽ മോളിലടിച്ചാൽ കയറുന്നു. നിങ്ങളെ മോട്ടിൽ എന്താണ് സ്പ്രിങ് വെച്ചിരിക്കുന്നത്? അതാ നിങ്ങൾ ഉത്സവത്തിന് അവസാനം പൊട്ടിക്കുന്ന വാണോ? ഇതാണൊക്കെ പോവാൻ വേണ്ടി എന്തോന്നടേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചാർജ് ആണ്. ആ തവളച്ചാട്ടത്തിന് ശേഷം അണ്ണൻ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രമല്ലേ, ആ സുദർശന ചക്രം അവിടെ നിന്ന് പിഴുതെടുത്തിട്ട് ഒരു ഒറ്റ എറിയാണ് ഉണ്ടെണ്ണന്മാരെ നേരെ. ഇങ്ങ് പോരി നിങ്ങൾ ആരാണ്? സൂപ്പർമാന്റെ തന്തേ. ഓ കയ്യ കാണിക്കണമൊക്കെയാണ്. ആ ശ്രീകൃഷ്ണന്റെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തുപ്പിയനെ അങ്ങേരി. അതേമാതിരി പേക്കൂത്ത് കഴിഞ്ഞതിന് ശേഷം അണ്ണൻ മന്ദം ഉണ്ടെണ്ണന്മാരെടുത്ത് നടന്നു വരികയാണ്. നടന്നു വന്നതിന് ശേഷം അന്നേരം ഉണ്ടെണ്ണ അണ്ണനെ കൈ നോക്കി ഒരു പൂളൊക്കെ അങ്ങ് പൂളുവന്ന്. ആ പൂളൊക്കെ ഇഷ്ടപ്പെടാത്ത എണ്ണ ഉണ്ടെണ്ണന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സേർട്ടും ഒരു തീപ്പെട്ടി അങ്ങ് എടുക്കുന്നു. എന്നിട്ട് ആ തീപ്പെട്ടി അണ്ണന്റെ വേണ്ടാത്തൊക്കെ സ്ഥലത്തിട്ട് ഉരച്ച് കത്തിക്കാൻ നോക്കുന്നു. എന്തെന്നടാ നീ അങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് നമ്മൾ തല പുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അണ്ണൻ ആ സത്യം നമ്മുടെ മുമ്പിലേക്ക് വിളമ്പി തരണത്. നേരത്തെ അണ്ണന്റെ രക്തം പറ്റിയിരുന്ന കത്തിന്റെ തുമ്പില് തീപ്പെട്ടി ഇട്ട് വരയ്ക്കുമ്പോഴേ അതങ്ങ് കത്തുവന്നു. എന്നിട്ട് ഇയാളെ മുണഞ്ഞ ഒരു ഡയലോഗും. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്റെ രക്തത്തിന്റെ ചൂട്? എന്റെ അടിയന്റെ കാര്യം ഞാൻ പണയണ്ടല്ലോ ഒന്ന്. ഇവിടെ കത്തിയൊന്നും ഇല്ലല്ലേ എടാ. ഇനിയിപ്പോ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്നെ ഇത് വെച്ചാൽ കുത്തി കൊല്ലി, അല്ലെങ്കിൽ ഒരു പഴം തരാൻ ഞാൻ. പഴം കുത്തി കൊല്ലണ എന്നെ. ഇപ്പൊ കാണിച്ചത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അപരാധമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇനി കാണാൻ പോകുന്നതാണ് മെയിൻ അപരാധം. എല്ലാം കൊണ്ടും അപരാധം തന്നെ. അപ്പൊ ഈ അപരാധങ്ങൾ ഞങ്ങൾ കാണി. ഉണ്ടെണ്ണന്മാരടുത്ത് അങ്ങ് ചപ്പിളി അടിക്കുകയാണ്. അങ്ങ് ഞാൻ ഭയങ്കര കിടിലുമാണ്, ഞാൻ അടിച്ചാൽ താങ്കം പറ്റേ 100 മാസം തൂങ്കം പറ്റേ മോദിപ്പറന്ന് പറഞ്ഞങ്ങ് സ്വയം പൊക്കൽ. ആ സ്വയം പൊക്കലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ അടിച്ചാൽ നീ ചോദിച്ചു നോക്കിയാൽ മതി അവിടെ ഞാൻ ഭയങ്കര കിടിലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഇങ്ങനെ എന്തോ കൈ കാണിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുത്തം പറന്നങ്ങ് പോകുന്നു.